കണ്ണൂർ കാട്ടാമ്പള്ളിയിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമം. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി പരമശിവം പിടിയിൽ. അറസ്റ്റിനിടെ പോലീസിന്റെ വാഹനത്തിന്റെ ചില്ല് തകർത്ത ഇയാൾ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച ആശുപത്രിയിലും പരാക്രമം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ ചേരുകയാണ്. നിഖിൽ, എവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയത്? എന്താണ് ഈ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഇന്നലെ വൈകുന്നേരമാണ് വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാട്ടാമ്പള്ളിയിൽ വെച്ച് ഈ സംഭവം നടക്കുന്നത്. കാട്ടാമ്പള്ളിയിൽ അത്യാവശ്യം ആൾത്തിരക്കുള്ള ഒരു സ്ഥലത്ത് വെച്ച് തന്നെയാണ് 7 വയസ്സുള്ള ഒരു കുട്ടിയെ ഇയാൾ ആദ്യം കയ്യിൽ കയറി പിടിക്കുന്നത്. പിന്നെ ഭയന്നുപോയ കുട്ടി അവിടെ നിന്ന് കുതറി മാറി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇയാൾ കുട്ടിയുടെ പിന്നാലെ ഓടുകയായിരുന്നു. ഇങ്ങനെ ഓടിയതോടുകൂടി നാട്ടുകാർ ഈ പരമശിവത്തെ പിന്തുടർന്ന് പിടികൂടി. എന്നാൽ നാട്ടുകാർ പിടികൂടി വെച്ച സമയത്ത് പോലും ഇയാൾ കുതറി ഓടാനാണ് ശ്രമിച്ചത്. നാട്ടുകാർക്ക് നേരെ വലിയ രീതിയിലുള്ള ഒരു അതിക്രമവും പരാക്രമവും ഒക്കെ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നീട് വളപട്ടണം പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു. ഇയാളെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ പോലീസ് ജീപ്പിന്റെ ചില്ലുൾപ്പെടെ ഇയാൾ അടിച്ചു തകർത്തു. ബലം പ്രയോഗിച്ച് ഇയാളെ പിടികൂടി പോലീസ് ജീപ്പിൽ കയറ്റി പിന്നീട് ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി എത്തിക്കുന്നു. ആ സമയത്തും ഇയാൾ വലിയ രീതിയിലുള്ള അക്രമമാണ് കാണിച്ചത്. ഡോക്ടറുടെ ക്യാബിൻ ഉൾപ്പെടെ അടിച്ചു തകർക്കുന്ന രീതിയിലേക്ക് ഇയാളുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം ഉണ്ടായി. ഏതായാലും പോലീസ് വളരെ പ്രയാസപ്പെട്ടാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. ഇയാൾ തമിഴ്നാട്ടിലെ തിരുട്ട് സംഘത്തിൽപ്പെട്ടയാളാണ് ഇയാൾ എന്നുള്ളതാണ് പോലീസിന് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. നിരവധി പിടിച്ചുപറി കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ് ഈ പരമശിവം എന്നുകൂടി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ശരി നിഖിൽ.